അല്ല എക്സ്ക്യൂസ് മീ, ഒന്ന് നിന്നേ. സുഭദ്ര കൊച്ചിനെ പെണ്ണ് കാണാൻ പോകുന്നവരായിരിക്കും അല്ലേ? പെണ്ണ് കാണുന്നതിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമല്ലോ. അന്നേരം ദേ ഈ പൊതി ഒന്ന് ആ കൊച്ചിന്റെ കൊടുത്തേരെ. സുഭദ്രയ്ക്ക് എന്താ അസുഖം? അസുഖം കൊച്ചു പെണ്ണല്ലേ, ഒരു ചെറിയ വശപ്പശക് പറ്റിപ്പോയതാ. പത്യത്തിന്റെ കാര്യമൊക്കെ ഞാൻ സുഭദ്ര കൊച്ചിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. മരുന്നു അയ്യോ മുടക്കി. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? ഇവിടെ മൊത്തം അസുഖാലുക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി, അപ്പൊ ഈ കല്യാണം മുടങ്ങും. അതുകൊണ്ടാ കാത്തു നിന്ന്. അതെന്താ? കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാ വിശ്വസിക്കാണ്ടിരിക്കുവോ? ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ 3-ാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? വണ്ടി നടക്കടാ അങ്ങോട്ട്. നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാകണ്ടതിനകത്ത് ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. നടക്കണ അങ്ങോട്ട്, നടക്കണ. ചൊല്ലും വിലയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണു കാണിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും അല്ലേടാ? തങ്കപ്പനാരുടെ മോളല്ല, ഇനി ദിവാന്തേൽക്കാരുടെ മോളായാലും ശരി, നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. നടക്കണ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഒരു പ്രേമം. ഇന്ന് വന്നേ, എന്താ പ്രശ്നം? എനിക്കെന്ന് പറഞ്ഞൂടാ. ഇവിടുത്തെ പെങ്കൊച്ചില്ലേ നന്ദിനി, ശേരമുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടെന്നോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ. ശേഖരമുള്ള ചേട്ടൻ ആ ഒരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല.